അപ്പൊ സാഖ്യ ദർശനത്തിന്റെ ഒന്നാമത്തെ പ്രകരണത്തിൽ നമ്മൾ 4 സൂത്രങ്ങളാണ് ക്രമമായിട്ട് ചർച്ച ചെയ്തത്. അഥ ത്രിവിധ ദുഃഖാത്യന്ത നിവൃത്തിരത്യന്ത പുരുഷാർത്ഥ ന ദൃഷ്ടാ തസ്സിദ്ധി നിവൃത്തേരപ്യനുവൃത്തി ദർശനാത് പ്രാത്യാഹികാക്ഷുത് പ്രതീകാരവത് തത് പ്രതീകാര ചേഷ്ടനാത് പുരുഷാർത്ഥത്വം സർവാസംഭവാത് സംഭവേപി സത്വാസംഭവാ ധേയ പ്രമാണകുശലൈ. ഇവിടെ നമ്മൾ പ്രമാണകുശലൈഹി എന്ന് പറയുന്നതായ ഒരു ശബ്ദം 4-ാമത്തെ സൂത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്നൊന്ന് ശ്രദ്ധിക്കുക. പ്രമാണകുശലൈഹി, പ്രമാണകുശലന്മാരാൽ ഹേയഃ, ഹേയഃ ത്യാജ്യഃ. ഈ ലോക സ്വഭാവത്തെ ശരിയാം വണ്ണം പ്രമാണീകരിക്കപ്പെട്ട രീതിയിൽ അറിഞ്ഞവരെയാണ് പ്രമാണകുശലന്മാർ എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രമാണകുശലന്മാർ ഒന്നല്ല, അനേകം അനേകം പേർ ഭൗതികങ്ങളായിട്ടുള്ള സാധനങ്ങളെ ഉപയോഗിച്ചുള്ള ദുഃഖപ്രതീകാരത്തെ അഥവാ ദുഃഖനിവൃത്തിയെ ഹേയഃ ത്യാജ്യഃ, അത് ത്യജിക്കപ്പെടേണ്ടതാണ്. എന്ന് വച്ചാൽ പരിപൂർണ ദുഃഖങ്ങളെയും ഉച്ഛേദനം ചെയ്യാനുള്ളതായ സാമർഥ്യം ഈ പറയുന്നതായ സാധന സാമഗ്രികൾക്കില്ല. അവയ്ക്ക് ഒറ്റയ്ക്കുമില്ല, കൂട്ടായിട്ടുമില്ല. അതുകൊണ്ട് ആ ഒരു ആശയം തന്നെ ത്യാജ്യമാണ്, ത്യജിക്കാൻ യോഗ്യമാണ്. ഇതാണ് പ്രമാണകുശലന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് 5-ാമത്തെ സൂത്രത്തിലേക്ക് കടക്കാം. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അല്പം മുമ്പാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് ഒരു 7:30 ആവുമ്പോ ഒരു 7 മണിയുടെ പ്രതീതിയാണ്. പക്ഷെ ഞാൻ വന്ന സമയം നോക്കിയപ്പോ 8 മണിയായി. അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ മറന്നത്. അടുത്ത പ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ നോട്ടുകൾ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇനി നമ്മൾ 5-ാമത്തെ സൂത്രത്തിലേക്ക് കടക്കുകയാണ്. ഉത്കർഷാദപി മോക്ഷസ്യ സർവോത്കർഷശ്രുതേഹേ. 5-ാമത്തെ സൂത്രമാണ് ഉത്കർഷാത് അപി മോക്ഷസ്യ സർവോത്കർഷശ്രുതേഹേ. ഉത്കർഷാദപി, ഉത്കർഷത്തെ അപേക്ഷിച്ച്, മോക്ഷസ്യ, മോക്ഷത്തിനാണ് സർവോത്കർഷമെന്ന് ശ്രുതിവചനങ്ങളുണ്ട്, വേദവചനങ്ങളുണ്ട്. പ്രമാണകുശലന്മാരായ ആൾക്കാരുടെ വിലയിരുത്തൽ മാത്രമല്ല, ആ വിലയിരുത്തലിനെ വേദ പ്രമാണം കാണപ്പെടുന്നത്.
വേദപ്രമാണം എന്ന് പറയുന്നത് അത് വെർബലാണ്, ശബ്ദപ്രമാണമാണ്, വെർബൽ ടെസ്റ്റിമണിയാണ്. അപ്പൊ അതിൽ പല കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. പഠിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. അവസാനം എന്ത് ചെയ്യും? അത് പ്രമാണമാണെന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിച്ചു വയ്ക്കാറുണ്ട്. അപ്പൊ ആ വേദവചനങ്ങൾക്ക് ഒരു സ്വീകാര്യത നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഈ പ്രാമാണ്യത്തെ അങ്ങോട്ട് കണ്ണുമടച്ച് വിശ്വസിക്കണോ? അതിലും ഒരു പരീക്ഷണം ആവശ്യമില്ലേ? അപ്പൊ ഈ 4-ാമത്തെ സൂത്രത്തിൽ പറയുന്നതായ പ്രമാണകുശലന്മാർ അവരവരുടെ ജീവിതവേളകളിൽ ഈ വേദപ്രമാണത്തെ സ്വീകരിക്കുകയും അത് ശരിയാണോ അല്ലയോ എന്ന് പരീക്ഷിക്കുകയും ചെയ്തവരാണ്. അപ്പൊ തീർത്തും പരീക്ഷിക്കപ്പെടാൻ പാടില്ലാത്തതാണോ വേദവചനങ്ങൾ? പക്ഷെ വേദത്തെ അംഗീകരിക്കുന്നവർ അങ്ങനെയാണ് പറയാറ്. അയ്യോ, വേദവാണിയാണ്, അത് ചോദ്യം ചെയ്യപ്പെടാനാവാത്തതാണ്. അതെങ്ങനെയാ അത് പറയുക? ഇനി നമുക്ക് അല്പനേരത്തേക്ക് ഈ സാഖ്യശാസ്ത്രത്തെ അടച്ചു വെച്ചിട്ട് വേദപ്രാമാണ്യത്തെ സംബന്ധിക്കുന്ന ന്യായമീമാംസ എന്താണെന്ന് നോക്കാം. ഗൗതമൻ പറയുന്നുണ്ട്, മന്ത്രായുർവേദ പ്രാമാണ്യവച്ച തത് പ്രാമാണ്യമാപ്ത പ്രാമാണ്യാത്. ന്യായദർശനകാരൻ പറയാണ്, വേദം പ്രമാണമാണ്. എന്തുകൊണ്ട്? മന്ത്രായുർവേദ പ്രാമാണ്യവച്ച, വേദത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആയുർവേദ ഭാഗം, ആ ആയുർവേദ ഭാഗത്തെ പരീക്ഷിച്ചു നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു. എപ്പോഴാ ശരിയാണെന്ന് കണ്ടത്? അതിനെ പരീക്ഷിച്ചു നോക്കിയപ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഭാഗം പരിശോധിച്ചപ്പോ അത് ശരിയാണെന്ന് കണ്ടു. അതുകൊണ്ട് തത്പ്രാമാണ്യം, ആ വേദത്തിന്റെ ബാക്കി ഭാഗം കൂടി പ്രമാണമായിരിക്കാനേ തരമുള്ളൂ. ബാക്കി ഭാഗം കൂടി പ്രമാണമായിരിക്കാനേ തരമുള്ളൂ. ഇങ്ങനെയാണ് ന്യായദർശനകാരൻ വേദത്തെ പ്രമാണമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ വേദവചനം ചോദ്യം ചെയ്യപ്പെടാനാവാത്തതാണ് എന്നുള്ള ചിലരുടെ പറച്ചിലോ, അത് അവരുടെ ശക്തമായിട്ടുള്ള വിശ്വാസമാണ്. അവരുടെ ആ വിശ്വാസം അത് അവരുടേതാണ്. അത് അവർക്ക് സ്വീകരിക്കാനും നിലനിർത്താനും അവകാശമുണ്ട്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല. എന്ന് മാത്രമല്ല, ഇനി ന്യായദർശനത്തെ വിട്ട് ഈ വിഷയത്തിൽ നമ്മൾ സാഖ്യത്തിന്റെ സമാനതന്ത്രമാകുന്ന യോഗശാസ്ത്രത്തിലേക്ക് വരാം. ആ യോഗശാസ്ത്രത്തിന്റെ ഭാഷ്യത്തിൽ വ്യാസമുനി പറഞ്ഞിട്ടുണ്ട്, വേദാദിശാസ്ത്രങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുള്ള ഗുരുവചനങ്ങളും
ശാസ്ത്ര പ്രതിപാദനങ്ങളുമെല്ലാം സത്യം തന്നെയാണ്. പക്ഷേ അതിന്റെ ഒരു ഭാഗമെങ്കിലും ഓരോ വ്യക്തിയും അവനവന്റെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കി അതിന്റെ സത്യത ബോധ്യപ്പെടാത്തിടത്തോളം കാലം സ്വർഗം, അപവർഗം മുതലായ വിഷയങ്ങളിൽ അവർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവാൻ നിവൃത്തിയില്ല. പൂർണ്ണ വിശ്വാസം ഉണ്ടാവാൻ നിവൃത്തിയില്ല. എന്തിനെക്കുറിച്ചാ? ശാസ്ത്രവചനങ്ങളെക്കുറിച്ചും ഗുരുപദേശങ്ങളെക്കുറിച്ചും വേദവാക്യങ്ങളെക്കുറിച്ചുമാണ് വ്യാസമഹർഷി യോഗഭാഷ്യത്തിൽ ഇപ്രകാരം പറഞ്ഞത്. എന്തിനാ ഈ പരീക്ഷണം? നമ്മുടെ വിശ്വാസം അത് ശരിയല്ല എന്ന് വരുത്താനല്ല, മറിച്ച് ആ വിശ്വാസത്തെ ദൃഢമാക്കാനാണ്. എവിടെ? സ്ഥൂലമായ വിഷയങ്ങളിൽ നമ്മുടെ വിശ്വാസം ദൃഢമാണെങ്കിലും സൂക്ഷ്മ വിഷയങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിന് അത്ര ഉറപ്പ് പോരാ. അതുകൊണ്ട് ആ സൂക്ഷ്മ വിഷയങ്ങളിലും വേദം പറയുന്നത് ശരിയാണ് എന്ന് ദൃഢവിശ്വാസം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ശാസ്ത്രം പറയുന്ന കുറച്ചു ഭാഗമെങ്കിലും നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ആചരിച്ച് അതിന്റെ സത്യത ബോധിക്കണം. ഇപ്പൊ ന്യായശാസ്ത്രകാരന്റെ അഭിപ്രായം പറയുമ്പോൾ ചിലർ പറയും ആ ന്യായതന്ത്രം അത് തർക്കം ആണ്, അത് ആടിനെ പട്ടിയാക്കുന്ന ശാസ്ത്രമാണ്. ന്യായത്തെ അന്യായമായിട്ടും ധർമ്മത്തെ അധർമ്മമായിട്ടും ചിത്രീകരിക്കാൻ ന്യായ വിഷയത്തിൽ ചാതുര്യമുള്ള ഏതൊരുവനും കഴിയും, അങ്ങനെ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് അതൊന്നും അംഗീകരിക്കേണ്ട, ഈ ശാസ്ത്രം പറയുന്നത് നോക്കാം എന്നാണെങ്കിലോ. അതുകൊണ്ടാണ് യോഗഭാഷ്യകാരനായിട്ടുള്ള വ്യാസന്റെ അഭിപ്രായം ഞാൻ എടുത്തു പറഞ്ഞത്. ഇനി നമുക്ക് അഞ്ചാമത്തെ സൂത്രത്തിലേക്ക് വീണ്ടും വരാം. ഉത്കർഷാത് അപി മോക്ഷസ്യ സർവോത്കർഷശ്രുതേഹേ. ഉത്കർഷം എന്താ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈവരിക്കുന്നതായിട്ടുള്ള പുരോഗതിയുടെ പേരാണ് ഉത്കർഷം. ഉത്കർഷം ഉണ്ടെങ്കിലോ നമ്മൾ ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ഉയർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. എങ്ങനെ? നടന്നു പോയിരുന്ന ഒരാൾ ഓടാൻ തുടങ്ങി, ഓടുന്ന ആൾ ചാടാൻ തുടങ്ങി, ചാടുന്ന ആളോ ഒരു ദിവസം ഒരു സൈക്കിൾ വാങ്ങി കുറച്ചുകൂടി വേഗത്തിൽ അയാൾ സഞ്ചരിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളൊരു കാറ് വാങ്ങിച്ചു. അല്ലേ? ഇതിനെ നമ്മൾ എന്താ പറയുക? ഉയർച്ച, പുരോഗതി, ധനൈശ്വര്യങ്ങളുടെ സമാഗമം, അഭിവൃദ്ധി എന്നൊക്കെ നമ്മൾ പറയും. അതിനെയാണ് ഇവിടെ ഉത്കർഷം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിനാ ഇത് പറഞ്ഞത്? നാലാമത്തെ സൂത്രത്തിൽ പറഞ്ഞല്ലോ, ഓരോ ദുഃഖത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി ആ ദുഃഖനിവൃത്തിക്കുള്ളതായ സാധന സന്നാഹങ്ങളെ വില കൊടുത്തു നമ്മൾ കൈവരിച്ചാൽ പോരെ. വളരെ ദൂരം എളുപ്പത്തിൽ താണ്ടുന്നതിന് വളരെ വേഗതയുള്ള വാഹനം നമ്മൾ വാങ്ങിച്ചു, അല്ലെ? അതുപോലെ
അപ്പൊ അതെല്ലാം എന്ത് ചെയ്യാം? അതെല്ലാം ത്യാജ്യമാണ് എന്നല്ല ഋഷിമാർ പറഞ്ഞത്. മറിച്ച് അതുകൊണ്ട് സർവദുഃഖങ്ങളെയും ഇല്ലാതാക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ആ ലക്ഷ്യം കൈവരിക്കാനാവില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഉത്കർഷം എന്ന് പറയുന്നത് മനുഷ്യന് ആവശ്യമാണ്. എന്തിനാ? ഉത്കർഷമില്ലെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല. ആത്മവിശ്വാസം ഉണ്ടാവില്ല. ഒന്ന് നോക്കി, നമ്മുടെ ചരിത്ര പുരുഷനായിട്ടുള്ള കുചേലന് ശ്രീകൃഷ്ണനേക്കാൾ അധികം ശാസ്ത്രജ്ഞാനം ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ കയ്യിൽ ഒരിക്കലും പുസ്തകം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കുചേലന്റെ കക്ഷത്തിൽ ഈ വേദപുസ്തകം ഉണ്ടായിരുന്നു. അതുണ്ടായിട്ട് എന്താ കാര്യം? കുചേലന് ആത്മവിശ്വാസം ഉണ്ടായില്ല. ആത്മവിശ്വാസം ഉണ്ടായില്ല. കുചേലൻ വളരെ ക്ഷീണിതനായിരുന്നു. എന്താ കാരണം? ചിന്തകളായിരുന്നു അദ്ദേഹത്തിന്. തനിക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ചോദിക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നില്ല. അഭിമാനം. കിട്ടിക്കഴിഞ്ഞപ്പോഴോ അത് നോക്കിയിട്ട് ഇതൊന്നിനും തികയില്ലല്ലോ എന്നുള്ള നിരാശ. വീട്ടിൽ വന്നപ്പോഴോ കുട്ടികളുടെ ഓരോ ആവശ്യങ്ങളും നിരത്തിയിട്ടുള്ളതായ പത്നിയുടെ ചോദ്യമല്ല, ചോദ്യാവലി. അപ്പൊ അത്രയും ദൂരം നടന്നിട്ടും കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിതനായിട്ടും ജീവിക്കാൻ ആവശ്യമായ പര്യാപ്തമായിട്ടുള്ള ദക്ഷിണ കുചേലന് കൈവരിക്കാനായില്ല. അപ്പോൾ പത്നി ചോദിച്ചു, നിങ്ങൾക്ക് തരാത്ത എന്തെങ്കിലും ഗൂഢവിദ്യ ഈ കൃഷ്ണന് സാന്ദീപിനി ഉപദേശിച്ചു കൊടുത്തിരുന്നോ? ഗുരു അങ്ങനെ പക്ഷപാതം ചെയ്യുമോ? അങ്ങനെയാണ് പത്നിയുടെയും കുട്ടികളുടെയും, ഈ പത്നി ആർക്ക് വേണ്ടിയാ മല്ലടിച്ചത്? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ ശാസ്ത്രമെല്ലാം പഠിച്ച് ജീവിക്കുന്ന സമയത്ത് ധനൈശ്വര്യങ്ങൾ പര്യാപ്തമായ രീതിയിൽ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികൾ ഈ മാർഗത്തെ പരിത്യജിക്കും. കാരണം ജീവിക്കാൻ ഉതകാത്തതായ വിദ്യ എന്തിനാ? സ്വന്തം മനോകാമനകളെ പൂരിതമാക്കാൻ കഴിയാത്ത വിദ്യ എന്തിനാ? അല്ലേ? ശരിയല്ലേ? അപ്പൊ പിതാവ് വലിയ ശാസ്ത്ര നിഷ്ണാതനായ വ്യക്തിയാണെന്നിരിക്കലും ജീവിതത്തിൽ എന്നും ദാരിദ്ര്യമാണ് അനുഭവിക്കാൻ ഇടയാകുന്നതെങ്കിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികൾ ആരും ആ മാർഗം സ്വീകരിക്കാൻ തയ്യാറാവില്ല. അങ്ങനെയാണ് നമ്മുടെ കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ തീരുമാനിച്ചത്. അവർ സതീർത്ഥ്യന്മാരാണ്, വയസ്യന്മാരാണ്. എന്നുവെച്ചല്ലോ സമാന വയസ്കരാണ്. ഒരേ ഗുരുവിന്റെ കീഴിൽ, ഒരേ ഗുരുവാണ് തീർത്ഥം, സമാന തീർത്ഥത്തിൽ വസിച്ചവരെയാണ് സതീർത്ഥ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ വയസ്സനായിട്ടുള്ള സതീർത്ഥ്യനായിട്ടുള്ള കൃഷ്ണനെ കാണാൻ ദ്വാരകയിൽ ചെന്ന സമയത്ത് നോക്കി, കൃഷ്ണന്റെ ധനൈശ്വര്യങ്ങൾ കണ്ട് കണ്ണഞ്ചിപ്പോയി. എന്ന് മാത്രമല്ല, എന്തൊരു സ്നേഹവായ്പായിരുന്നു. എന്തായിരുന്നു പ്രകടനം കൃഷ്ണന്റെയും ലക്ഷ്മി ദേവിയുടെയും. അല്ലെ, കുചേല വൃത്തത്തിൽ കൂടി ആയിട്ടെങ്കിൽ നമ്മളൊക്കെ അത് പഠിച്ചിട്ടില്ലേ? പുരാണങ്ങളൊന്നും നമ്മൾ വായിച്ചിട്ടില്ല, വേണ്ട. പക്ഷെ കുചേല വൃത്തം വഞ്ചിപ്പാട്ട് പഠിക്കാത്തവരായിട്ടുള്ള മലയാളികൾ ആരെങ്കിലും ഉണ്ടോ?
അല്ലെ? പള്ളി മഞ്ചത്തിന്നു വെക്ക മുത്ഥാനം ചെയ്തിട്ടു പക്കലുള്ള പരിജനത്തോടു കൂടി മുകുന്ദൻ. അല്ലെ? എന്നിട്ടോ അവിടെയും എന്തിനാണ് വന്നതെന്ന് ആ ആവശ്യം ഉണർത്താൻ കുചേലന് കഴിഞ്ഞില്ല. എന്നിട്ട് കുചേലൻ ചോദിക്കുന്നുണ്ട്, പതിവ്രതയായിട്ടുള്ള ഭാര്യയോട് വിടുന്ന് പോയിട്ട് കാര്യം പറഞ്ഞിട്ടില്ല, വന്ന കാര്യം ഉണർത്തിച്ചില്ല എന്ന് പറയുമ്പോ അതൊരു വലിയ അപരാധമായി തീരുമല്ലോ. ഇവിടെ കൃഷ്ണൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കൃഷ്ണനെ ചിരി അടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവസാനം എന്തായി? ഇതെല്ലാം കുചേലന് ആ കൃഷ്ണന്റെ സാന്നിധ്യം കൊണ്ട് കുചേലന് സാധ്യമായി. എന്ന് മാത്രമല്ല, കുചേലൻ മടങ്ങുന്ന സമയത്ത് കുചേലന് തന്റെ നാടും നഗരവും കുടുംബവും കുടുംബാംഗങ്ങളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വലിയ മാറ്റങ്ങൾ അവിടെ വന്നു. ഇതറിയണമെങ്കിൽ നമ്മുടെ പഴയ ചെന്നൈയിലൊന്ന് പോയി നോക്കി, പഴയ അഹമ്മദാബാദിലൊന്ന് പോയി നോക്കി, പഴയ ബാംഗ്ലൂരൊന്ന് പോയി നോക്കി. നമ്മൾ പണ്ട് താമസിച്ചിരുന്ന ആ സ്പോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത്രയും മാറ്റമാണ് വന്നത്. ആ മാറ്റം എങ്ങനെയാ കൊണ്ടുവന്ന? ശാസ്ത്രത്തിന്റെ വാക്യങ്ങളെ ഉത്കർഷത്തിന് വേണ്ടി, മനുഷ്യ പുരോഗതിക്ക് വേണ്ടി, സാമാജിക പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പോ സാഖ്യകാരന്റെ പക്ഷം അങ്ങനെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട എന്നാണോ? അല്ല. മോക്ഷം എന്ന് പറയുന്നത് എന്ന് വെച്ചാലോ, അപവർഗം എന്ന് പറയുന്നത് എന്ന് വെച്ചാലോ, സർവ ദുഃഖങ്ങളിൽ നിന്നുമുള്ള പൂർണമായ മുക്തി എന്ന് പറയുന്നത് അതുക്കും മേലെയാണ്. ഈ ഉത്കർഷത്തെക്കാൾ മേലെയാണ് എന്ത്? മോക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉത്കർഷത്തെ സ്തുതിക്കുന്നതായ ശ്രുതിവചനം മോക്ഷത്തെയും സ്തുതിക്കുന്നുണ്ട്. ഉത്കർഷത്തെ സ്തുതിക്കുന്നതായിട്ടുള്ള ശാസ്ത്രങ്ങൾ മോക്ഷത്തെയും സ്തുതിച്ച് പ്രകീർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് സാഖ്യകാരൻ പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നത് ഉത്കർഷത്തിനും മോക്ഷത്തിനും രണ്ടിനും ഉപയുക്തമാണ്. അതിൽ ആദ്യം പറഞ്ഞ ഉത്കർഷത്തെ അപേക്ഷിച്ച് മോക്ഷത്തിന് മൂല്യം കൂടുതലാണ്. ഉത്കർഷാദപി മോക്ഷസ്യ സർവോത്കർഷശ്രുതേഹേ. മോക്ഷം എന്ന് പറഞ്ഞാലോ എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള സർവ്വതിൽ നിന്നുമുള്ളതായ ഉത്കർഷമാണ്. സർവ്വതിൽ നിന്നുമുള്ളതായ ഉത്കർഷം എന്ന് പറഞ്ഞാലോ നമ്മൾ ഇതുവരെ കൈവരിച്ചതായിട്ടുള്ള സർവ സമ്പൽ സമൃദ്ധിയെയും ഉപേക്ഷിച്ച് ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് പരിപൂർണമായിട്ട് വേറിട്ട് നിൽക്കുന്നതായ അവസ്ഥാവിശേഷത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അവിടെ സാംസാരിക ദുഃഖങ്ങൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഏതാ? ത്രിവിധങ്ങളായ താപങ്ങൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. താപങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷെ മുക്തനായ വ്യക്തിയെ ഈ താപങ്ങൾ ഏശില്ല. അതുകൊണ്ട് ഉത്കർഷത്തെ സ്തുതിക്കുന്നതായ ശ്രുതികൾ അതിനേക്കാൾ മേലെയാണ് മോക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ആ മോക്ഷത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മോക്ഷത്തിന് ഉതകുന്നതായ വിദ്യയെ ഉപദേശിക്കുകയാണ്. ഏത്? ത്രിവിധങ്ങളായ താപങ്ങളിൽ നിന്നുള്ള പരിപൂർണമായ മോചനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വേദം ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കുന്നതായ ആ മോക്ഷത്തിലേക്ക്
മാനവനെ എത്തിക്കുന്ന ശാസ്ത്രമാണ് ഈ സാഖ്യശാസ്ത്രം. എന്നിട്ട് പറഞ്ഞു, ആറാമത്തെ സൂത്രത്തിൽ പറഞ്ഞു, ഇത് കേട്ട് നിങ്ങൾ ഉത്കർഷത്തെ വിട്ട് നേരെ മോക്ഷത്തിന്റെ വഴിയിലേക്ക് വരണ്ടാട്ടോ. നിങ്ങൾ നേരെ ഞാനിത് പറഞ്ഞുകൊണ്ട് എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിച്ച്, എല്ലാ ധനൈശ്വര്യങ്ങളും ഉപേക്ഷിച്ച്, എല്ലാ സുഖസാധനങ്ങളെയും ഉപേക്ഷിച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി പരിവ്രാജകനായി പോവരുതേ. അതിനു വേണ്ടിയിട്ടാണ് ആറാമത്തെ സൂത്രം പറഞ്ഞത്, അവിശേഷശ്ച ഉഭയോഹോ. ആറാം സൂത്രമാണ് അവിശേഷശ്ചോഭയോഹോ. ഉത്കർഷം എന്ന് പറഞ്ഞാലും അപവർഗം എന്ന് പറഞ്ഞാലും അതിൽ അവിശേഷമാണ്. അവിശേഷം എന്താ? വ്യത്യാസമില്ല. എന്താ വ്യത്യാസമില്ലാത്തത്? ഉത്കർഷവും വേദസമ്മതമാണ്, അപവർഗവും വേദസമ്മതമാണ്. അതുകൊണ്ടാണ് പതഞ്ജലി മുനി രണ്ടു തരം യോഗങ്ങളെ അംഗീകരിച്ചു. ഏതാ രണ്ടു തരം യോഗങ്ങള്? ഉത്കർഷത്തിന്റെ യോഗമാണ് സംപ്രജ്ഞാത യോഗം, അപവർഗത്തിന്റെ യോഗമാണ് അസംപ്രജ്ഞാത യോഗം. അതുകൊണ്ട് യോഗശാസ്ത്രകാരനായിട്ടുള്ള പതഞ്ജലി മുനി ഉത്കർഷത്തെ അംഗീകരിക്കുന്ന പോലെ തന്നെ അപവർഗത്തെയും അംഗീകരിച്ചുകൊണ്ട് രണ്ടു തരം യോഗങ്ങളെ, സമാധികളെ യോഗശാസ്ത്രത്തിന്റെ പട്ടികയിൽപ്പെടുത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചില ആചരണങ്ങൾ നമ്മൾക്ക് വിധിച്ചിട്ടുണ്ട്. അതേതാ? അതിൽ ഒന്നാമത്തെ ആചരണത്തിന്റെ ശാസ്ത്രമാണ് പൂർവമീമാംസ. പൂർവമീമാംസ എന്നൊരാൾ ചോദിച്ചു, ശബരിമലയിലേക്ക് യാത്രയാവുന്നതായിട്ടുള്ള ഭർത്താവിന്റെ കെട്ടിൽ ഭാര്യ അരിയിടരുത് എന്ന് നാട്ടിൽ ഒരു പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെന്താ മാഷേ അങ്ങനെ? ഒരു ചോദ്യ. രണ്ടാമത്തെ ചോദ്യമാണ്, തൂക്കുവിളക്കുകൾ വീടുകളിൽ ഉപയോഗിക്കരുത്, നിലവിളക്കാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. എന്താ മാഷേ അതിന്റെ രഹസ്യം? ഞാൻ നോക്കുമ്പോ ഒരു 7-8 മിസ്ഡ് കോൾ ഉണ്ട് ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കും, ഇപ്പൊ നിലവിളക്ക് തൂക്കിയാലെന്താ, തൂക്കുവിളക്ക് തൂക്കിയാലെന്താ? അല്ല, നിലവിളക്ക് കൊളുത്തിയാലെന്താ, തൂക്കുവിളക്ക് കൊളുത്തിയാലെന്താ? വെളിച്ചം കാണലും സന്ധ്യക്ക് ദീപം കത്തിക്കലും അല്ലേ? ദീപം രണ്ടും ഒന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ പൂർവമീമാംസ പറയുകയാണെന്ത്? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഡു ആൻഡ് ഡു നോട്ട് പൂർവമീമാംസ നമുക്ക് വേണ്ടി ഏർപ്പെടുത്തുക. അപ്പൊ പൂർവമീമാംസ അങ്ങനെ ഡു എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നർത്ഥം. ഡു നോട്ട് എന്ന് പറഞ്ഞാലോ ചെയ്യരുത് എന്നർത്ഥം. അപ്പൊ ചോദിച്ചു, എന്താ ധർമ്മം? വേദം ചെയ്യാൻ പറയുന്നത് ചെയ്യുക, ചെയ്യരുത് എന്ന് പറയുന്നതോ ചെയ്യരുത്. അതിന്റെ കാരണം നമ്മൾ അറിഞ്ഞിട്ടേ പറ്റൂ. എന്ന് ശഠിക്കാൻ പറ്റുമോ? അങ്ങനെ എല്ലാത്തിനും കാരണം അറിയിച്ചിട്ട് ഡൂസ് ആൻഡ് ഡു നോട്ട്സ് പറയാൻ പാടുള്ളോ? ഇപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്ത് അയ്യോ അത് ചവിട്ടരുത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാരണം അറിഞ്ഞില്ലെങ്കിലും ആ ഒരു ഇൻഡിക്കേഷൻ അനുസരിച്ച് അവിടെ ചവിട്ടാതെ നടക്കാൻ നോക്കും. അങ്ങനെ ചവിട്ടാതെ നടന്നകത്ത് എന്നിട്ട് എന്താ അവിടെ ചവിട്ടരുതെന്ന് പറഞ്ഞത്?
പറഞ്ഞു അവിടെ ഒരു സാധനം കുഴിച്ചിട്ടിട്ടുണ്ട്, ആ ചവിട്ടിക്കഴിഞ്ഞാൽ മണ്ണ് ഉറച്ചു പോകും, ഉറച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ മുള വരാൻ പാടാ, അതുകൊണ്ടാണ് അവിടെ ചവിട്ടരുതെന്ന് പറഞ്ഞത്. അപ്പൊ കാരണം അറിഞ്ഞിട്ടല്ല നമ്മൾ ചവിട്ടാതെ പോയത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആ നിർദ്ദേശം അംഗീകരിച്ചു. എന്നിട്ട് സാവകാശം കിട്ടിയപ്പോഴാണ് എന്ത് ചെയ്തത്? കാരണം അന്വേഷിച്ചത്. ചിലതിന്റെ കാരണം നമുക്ക് നേരത്തെ അറിയാമായിരിക്കും, അവിടെയും നമ്മൾ എന്ത് ചെയ്യും? ചവിട്ടാതിരിക്കും. കാരണം അറിയാലോ, മുൻകൂട്ടി അറിയാലോ. രണ്ടു തരത്തിലും നമ്മൾ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാറുണ്ട്. അതുകൊണ്ട് വെറുതെ വാശി പിടിക്കരുത്, കാരണം അറിഞ്ഞാലേ ഞാനത് അനുസരിക്കൂ എന്ന് പറയരുത്. പലപ്പോഴും നോക്കിക്കോളൂ, നമ്മൾ അങ്ങനെ ശാഠ്യം പിടിച്ചാൽ തന്നെ നമ്മുടെ കൂടെ കുറച്ചു നേരം തങ്ങിയാൽ മതി, നമ്മളെല്ലാത്തിലും അതങ്ങനെ അല്ല എന്നൊക്കെ കാണാൻ പറ്റും, തെളിയിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവിശേഷശ്ചോഭയോഹോ, ഈ ഉത്കർഷത്തെ സംബന്ധിക്കുന്ന വേദവചനവും മോക്ഷത്തെ സംബന്ധിക്കുന്ന വേദവചനവും രണ്ടിലും ഒരു അവിശേഷമുണ്ട്. അവിശേഷം എന്താ? സമാനതയുണ്ട്. കാരണം ഇതും ധർമ്മത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു, അതും ധർമ്മത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. പക്ഷെ രണ്ടും ഒരേ സമയത്തല്ല. ഒന്ന് പൂർവഘടിതമാണെങ്കിൽ മറ്റേത് ഉത്തരഘടിതമാണ്. എന്താ പൂർവഘടിതം എന്ന് പറയുന്നത്? അതുമായിട്ട് നമ്മൾ മുൻകൂട്ടി പൊരുത്തപ്പെടുന്നതാണ് പൂർവഘടിതം. അതുകൊണ്ട് അതിന് പൂർവമീമാംസ എന്ന് പേര് വന്നു. മറ്റേതോ ഉത്തരഘടിതമാണ്, അതുകൊണ്ട് അതിന് ഉത്തരമീമാംസ എന്ന് പേര് വന്നു. അപ്പൊ ഏതാ ആദ്യം നമ്മൾ ശീലിക്കേണ്ടത്? പൂർവമീമാംസയാണോ ഉത്തരമീമാംസയാണോ? ശങ്കരാചാര്യ സ്വാമികളുടെ സമയത്ത് അദ്ദേഹം പൂർവമീമാംസ പഠനത്തെ എതിർത്തു. പഠിപ്പിച്ചു പോകരുതെന്നല്ല, ശങ്കരാചാര്യ സ്വാമികളുടെ എതിർപ്പ് അങ്ങനെയല്ല, പഠിപ്പിച്ചു പോകരുതെന്നായിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു? അത് പഠിക്കാതെ തന്നെ ഉത്തരമീമാംസയെ ഫോളോ ചെയ്യാം. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. ഹലോ, ആരാ? അതെ, ആ ചേച്ചിയാ? ഞാൻ ക്ലാസ്സിൽ ചേച്ചി, ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ആ ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് അതിന് പൂർവം ഉത്തരം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാക്കിയതിനാ. അപ്പോ ഈ നിലവിളക്കിന്റെ കാര്യവും അരി ഇടുന്നതിന്റെ കാര്യവും അതെന്തായാലും പറഞ്ഞ സ്ഥിതിക്കാണ് പറഞ്ഞേക്കാം. കാരണം ഈ അയ്യപ്പന്റെ കെട്ടിലേക്ക് അരി ഇടുന്നത് എന്തിനാ? ഈ അരി എന്താ ചെയ്യാ? പോയവരില്ലേ? പായസത്തിന് വഴിപാടിനെ കൊടുക്കും. പണ്ടത് കൊടുത്തിരുന്നത് പോകുന്ന വഴിക്ക് അതാണ് ശരി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യപ്പന് ഉണ്ണാനുള്ള അരിയാണ് കെട്ടിലേക്ക് ഇടുന്നത്. ഭാര്യ ഇടണ്ടെന്ന് പറഞ്ഞത് എന്താ? ഭാര്യ ദിവസവും അയ്യപ്പന്റെ വയറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നതല്ലേ? ഊണ് വെച്ചു കൊടുക്കണില്ലേ? മാല ഇട്ട് കഴിഞ്ഞാൽ വ്രതധാരിക്ക് വേണ്ടതായ നിയമങ്ങളെ പാലിക്കാനുള്ള എല്ലാ സഹായവും ചെയ്യുന്നത് ആരാ? ഭാര്യ. അപ്പൊ ആ ഭാര്യയ്ക്ക് കെട്ടിൽ അരിയിടേണ്ട ആവശ്യമുണ്ടോ? ചോദ്യം.
ആർക്കും തോന്നുന്നില്ല. അതല്ല വേണുജി, നമസ്തേ. കെട്ടില് കൊണ്ടുപോകുമ്പോ ആ സമയത്ത് അരി വെക്കുന്നില്ലല്ലോ, അപ്പൊ കൊടുക്കാലോ. അങ്ങനെ എന്റെ ചോദ്യം അതല്ലല്ലോ. ഉം. കെട്ടിലിടുമ്പോ വയ്ക്കുന്നുണ്ടോ എന്നല്ല ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, കെട്ടിൽ അയ്യപ്പന് അരി ഇടുന്നത് എന്തുകൊണ്ടാണ് ഭാര്യയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞത്? കാരണം അയ്യപ്പനെ ദിവസവും ഭാര്യ ഊട്ടുന്നത് കൊണ്ടാണ്. ശരി. ആ, അപ്പോ ഇനിയും അയ്യപ്പനെ ഊട്ടാത്തവരുണ്ടല്ലോ, അയ്യപ്പനെ പറഞ്ഞു വിടുന്നവര്. ആ അവർക്ക് എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ, ദിവസവും ചെയ്യുന്ന ആളെ മാറി നിൽക്ക്, ദിവസവും ചെയ്യാത്തവരെ ചെയ്യട്ടെ. അപ്പൊ അങ്ങനെയെങ്കിലും ആ അയ്യപ്പന് ഒരു പിടി അന്നം കൊടുക്കുന്ന ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ ആളുകൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയത്. അങ്ങനെ. ആ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരു മകൻ മിലിറ്ററിയിലുണ്ട്. ആ മിലിറ്ററിയിലുള്ള മകൻ വരുമ്പോ അമ്മ വിശേഷ പദാർത്ഥങ്ങൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യും? അയാളെ വിളിക്കും. അപ്പൊ എന്നിട്ട് അമ്മന്റെ ഈ ഒരു അല്പം ഒരു സ്നേഹപ്രകടനം കൂടുതലായിരിക്കും അയാളോട്. അപ്പോഴുണ്ട് ഈ രാത്രി മരുന്ന് കൊടുക്കുകയും രാത്രി കിടത്തി ഉറക്കുകയും ചെയ്യുന്ന ഒരു മകൻ വീട്ടിലുണ്ട്. ആ മകന് വിഷമം തോന്നേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാ? ഈ അമ്മയുടെ സാന്നിധ്യം ആ മകന് എന്നുണ്ട്. മിലിറ്ററിയിലുള്ള മകനോ, അത് വർഷത്തിൽ എപ്പോഴെങ്കിലേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? ബുദ്ധിമാനായ ഒരു സഹോദരനാണ് ആ വീട്ടിലുള്ളതെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ കൂടി എന്ത് ചെയ്യും? ഈ സഹോദരന് അമ്മ കൊടുക്കുന്ന പോലെ സ്നേഹമായി കൊടുക്കും. അയാൾക്ക് എന്തുണ്ടാവില്ല? ഒരു വിഷമവും ഉണ്ടാവില്ല. ഒന്ന്. രണ്ട്, ഈ തൂക്കുവിളക്കും നിലവിളക്കും, നിലവിളക്ക് എന്ന് പറയുന്നത് നമ്മൾ അടിയിൽ നിന്നാണ് ധാരണം ചെയ്യുക. അടിയിൽ പിടിച്ചിട്ടല്ലേ വിളക്ക് പൊക്കുക. തൂക്കുവിളക്കോ മുകളിൽ നിന്ന് പൊക്കി താഴേക്കാണ് വരിക. അപ്പൊ ഈ നിലവിളക്ക് കത്തിക്കുന്ന, രണ്ടു നേരം നിലവിളക്ക് കത്തിക്കുന്നവരുടെ ജോലി എന്താ? മണ്ണിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുക എന്നുള്ളതാണ്. ഉത്കർഷമാണ് അവിടെ വേണ്ടത്. അപ്പൊ അവരെന്ത് ചെയ്യണം? അവർ നിലവിളക്കാണ് കൊളുത്തേണ്ടത്. ക്ഷേത്രത്തിലോ? ക്ഷേത്രത്തിൽ ഇത് രണ്ടുമാവാം. എന്തുകൊണ്ടാ? ജ്ഞാനവിജ്ഞാനത്തിന്റെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരും ക്ഷേത്രത്തിൽ വരും, താഴ്ന്ന തലത്തിൽ നിൽക്കുന്നവരും ക്ഷേത്രത്തിൽ വരും. അവർക്കിത് രണ്ടുമാവാം. ഇത്രയാണ് ഈ ഒരു എന്താ പറയുന്നത്, ഉത്കർഷത്തിന്റെയും മോക്ഷത്തിന്റെയും ഭാവനയെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്തുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിലെ ആചാരവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞു, എന്താ, ഇന്നവർക്ക് ഇന്നത് പാടുണ്ട്, ഇന്നവർക്ക് ഇന്നത് പാടില്ല. ഇനി സ്വാമി ദയാനന്ദ സരസ്വതി, ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശത്തിലെ വിവാഹ പ്രകരണത്തിൽ എഴുതിയിട്ടുണ്ട്, വരൻ ബ്രാഹ്മണനാണെങ്കിൽ വലതുകാൽ ആദ്യവും ഇടതുകാൽ രണ്ടാമതുമായിട്ട് കഴുകണം. ബ്രാഹ്മണ ഇതരനാണെങ്കിലോ ഇടതുകാൽ ആദ്യവും വലതുകാൽ രണ്ടാമതുമായിട്ട് കരുതണം എന്ന്. കാരണം ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനി ആയതുകൊണ്ട് അയാളുടെ സഞ്ചാരം വലതു നിന്ന് ഇടത്തോട്ടാണ്. അല്ലാത്തവരോ, അവർ ബ്രഹ്മജ്ഞാനികൾ അല്ലാത്തതുകൊണ്ട്, അവർ ഉത്കർഷത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അവർ ഇടതു നിന്ന് വലത്തോട്ട് വേണം. അത്രയേ ഉള്ളൂ എന്റെ കാര്യം. ഓരോരുത്തർക്കും ലഭിക്കേണ്ട പ്രയോജനത്തെ ആസ്പദമാക്കിയിട്ടാണ്. അതല്ലാതെ എന്തല്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ധനൈശ്വര്യങ്ങളുള്ള ഒരാളോ, ധനൈശ്വര്യങ്ങൾക്ക് വേണ്ടിയല്ല എത്തിക്കേണ്ടത്, മറിച്ച് ഈ ധനൈശ്വര്യങ്ങളുടെ അസാരതയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ധനൈശ്വര്യങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇല്ലാത്തവൻ എവിടുന്ന അതിന്റെ അസാരത മനസ്സിലാവുക? വെറുതെ ചിന്തിച്ചാൽ മതിയോ? അല്ല. അതിന്റെ അസാരത മനസ്സിലാവണമെങ്കിൽ അത് വളരെ വലിയ അളവിൽ നമ്മുടെ കയ്യിലേക്ക് വരികയും ആ വന്നതിനേക്കാൾ സ്പീഡിൽ അത് ചെലവായി പോവുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ അസാരത നമുക്ക് ബോധ്യപ്പെടുക.
അതുകൊണ്ടാണ് കുചേലന് മോക്ഷം കിട്ടാതെ, എന്തുകൊണ്ടാണ് മോക്ഷം കിട്ടാതിരുന്നത്? കാരണം ആ ധനൈശ്വര്യങ്ങളുടേതായ സ്ഥിതിയെ കൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ആർക്ക് സ്വീകാര്യമായിരുന്നില്ല? കുചേലന് സ്വീകാര്യമായിരുന്നില്ല. എന്നാണോ കുചേലൻ അത് സ്വീകരിച്ചത്, അതോടുകൂടി അയാളുടെ ജീവിതത്തിൽ ഉത്കർഷം ഉണ്ടായപ്പോഴോ അയാൾക്ക് നിന്ന സ്ഥലം പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വലിയ വലിയ മാറ്റങ്ങൾ അവിടെ കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ പ്രകരണത്തിലേക്ക് നമുക്ക് മടങ്ങാം. ഉത്കർഷാദപി മോക്ഷസ്യ സർവോത്കർഷശ്രുതേഹേ അവിശേഷശ്ചോഭയോഹോ. അങ്ങനെ സാഖ്യകാരൻ അന്നം, ഭൂമി, വസ്ത്രം, ധനം, ഐശ്വര്യം, പത്നി, സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, ജ്ഞാനം എല്ലാത്തിനെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഈ പറയുന്ന സാധനങ്ങൾ വലിയ അളവിൽ കൈവശമുണ്ടെങ്കിലും എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കാൻ ഇവയ്ക്ക് കഴിയില്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എല്ലാ ദുഃഖങ്ങളും ഇല്ലാണ്ടാക്കാൻ ഇവയ്ക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥാപത്തി എന്താ? അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു വലിയ അളവിൽ ദുഃഖങ്ങളെ തടഞ്ഞു നിർത്താൻ ധനൈശ്വര്യങ്ങൾക്ക് ആവുമെന്നല്ലേ? അതെന്തിനാ അത് പറഞ്ഞത്? ദുഃഖങ്ങളെ നമ്മൾ തടയാൻ ശ്രമിച്ചാൽ അവയെ തടഞ്ഞു നിർത്താൻ നമുക്ക് ആവും എന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടാവണമെങ്കിൽ ഈ നമ്മുടെ ചുറ്റും കാണുന്നതായ ധനൈശ്വര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പരിധിവരെ ദുഃഖങ്ങളെ തടഞ്ഞു നിർത്തേണ്ടത് എന്നുള്ളതായ എക്സ്പീരിയൻസ് നമുക്കുണ്ടാവണം. ആ എക്സ്പീരിയൻസ് ആണ് ഏകദേശ ഗ്രഹണം. അതായത് വേദം പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നറിയാനുള്ള പരീക്ഷണം അതാണ്. അപ്പൊ അതിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ ധനൈശ്വര്യങ്ങൾ ഉണ്ടെങ്കിൽ വലിയ ഒരളവ് വരെ നമുക്ക് ദീർഘായുസ്, ബലം, വിദ്യ, അതുപോലെ തന്നെ രോഗാതിരാഹിത്യം ഇവയെ കൈവരിക്കാനാവും. അതുപോലെയോ നമ്മുടെ മാർഗത്തിലുള്ള അനേകം തടസ്സങ്ങളെ ഈ ധനൈശ്വര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നീക്കാൻ കഴിയും, നമുക്ക് മുന്നേറാൻ കഴിയും. പക്ഷേ എല്ലാ ദുഃഖങ്ങളെയും അതുകൊണ്ട് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അതിന് മാക്സിമം നമ്മൾ എന്ത് ചെയ്തു? ധനൈശ്വര്യങ്ങളെ സമ്പാദിച്ച് ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കാൻ നോക്കി നമുക്ക് ബോധ്യപ്പെട്ടു കുറെ ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടായി. പക്ഷേ എല്ലാ ദുഃഖങ്ങളും ഇതുകൊണ്ട് ഇല്ലാണ്ടാവുന്നില്ലല്ലോ. പിന്നെയോ ഈ ധനൈശ്വര്യങ്ങൾ വരുന്നത് കൊണ്ട് കുറെ പുതിയ പ്രോബ്ലംസും അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലംസ് ചില സമയത്ത് നമ്മളെ കുഴക്കുന്നുണ്ട്. എങ്ങനെ? വിശക്കുന്നവന് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോ അവൻ കുഴങ്ങുന്ന പോലെ ധനൈശ്വര്യങ്ങളുടെ നടുവിൽ കഴിയുന്ന ആളും ചില പ്രശ്നങ്ങളാൽ കുഴങ്ങി ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? അങ്ങനെയാണ് എന്ത് ധനത്തിന്റെ, അതായത് ഈ അപവർഗ പ്രാപ്തിക്ക്, മോക്ഷപ്രാപ്തിക്ക്, അതായത് സാഖ്യദർശനത്തിന്റെ ഒന്നാമത്തെ സൂത്രം പറയുന്നതായ സമ്പൂർണ്ണ ദുഃഖ നിവൃത്തിക്ക് ഈ ധനൈശ്വര്യങ്ങൾ ഒരു പരിധിവരെ ഉപകരിക്കുമെന്നല്ലാതെ പൂർണ്ണമായിട്ട് ഉപകരിക്കുന്നില്ല എന്ന് നമ്മൾ പ്രത്യക്ഷമായി മനസ്സിലാക്കിയപ്പോഴാണ് എന്ത് ചെയ്തത്? നമ്മൾ ഈ ധനൈശ്വര്യങ്ങളെ എന്ത് ചെയ്തു? നമ്മുടെ സ്വന്തം തോളിലുള്ള ധനൈശ്വര്യങ്ങളെ അടുത്ത തലമുറയ്ക്ക് പരിപൂർണമായി കൈമാറാൻ നമുക്ക് സമ്മതം ഉണ്ടായതപ്പോഴാണ്. യാജ്ഞവൽക്യ മുനിയാണ് ഉപനിഷത്തില് ഇതിന് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. യാജ്ഞവൽക്യന് 2 പത്നിമാരുണ്ടായിരുന്നത്. ഒന്ന് കാത്യായനിയും മറ്റേത് മൈത്രേയിയും. മൈത്രേയി ബ്രഹ്മവാദിനിയായിരുന്നു. ബ്രഹ്മവാദിനിയായിരുന്നത് കൊണ്ട് അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്നറിയാമോ? ബ്രഹ്മവാദിനിക്ക് എങ്ങനെയാ സന്താനം ഉണ്ടാവുക? ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് എന്ന് ഉറപ്പിച്ച് ആ ലക്ഷ്യത്തിന് വേണ്ടി എത്തിക്കുന്ന സ്ത്രീകളില്ലേ, അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്താനം ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? ഒന്ന്, സന്താനോത്പത്തിയുടെ നല്ല സമയത്തും അവർ പഠിക്കുകയും ട്രെയിനിങ്ങിൽ ഏർപ്പെടുകയും ചെയ്യും. അവർക്കൊരു ടാസ്ക് ഉണ്ടാവും. ആ ടാസ്ക് അവർ പൂർത്തീകരിച്ച് അവർ ആ നിലയിൽ എത്തുമ്പോഴേക്കും എന്താവും?
അതിൻ്റെതായ ഭാരങ്ങൾ വരികയും അവരുടെ വിവാഹപ്രായം ഏറുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ബ്രഹ്മവാദിനിയായിട്ടുള്ള ഈ മൈത്രേയിക്ക് എന്തുണ്ടായില്ല? സന്താനങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? യാജ്ഞവൽക്യൻ രണ്ടാമതൊരു വിവാഹം ചെയ്തു. അവളുടെ പേരാണ് കാത്യായനി. കാത്യായനിയോ? കാത്യായനി ശരിയായിട്ടുള്ള ഒരു ഗൃഹിണിയായിട്ടുള്ള സ്ത്രീയായിരുന്നു. അവർ ചർച്ചകൾക്കൊന്നും വരാറില്ല. മറിച്ച് യാജ്ഞാവൽക്യന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർ സന്താനങ്ങളെ പ്രസവിച്ചു. അങ്ങനെ യാജ്ഞവൽക്യൻ ഈ ധനൈശ്വര്യങ്ങളുടെ അസാരതയെ ഗ്രഹിച്ചുകൊണ്ട് അവ രണ്ട് പത്നിമാർക്കും മക്കൾക്കുമായിട്ട് വീതിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മൈത്രി ചോദിച്ചു, പ്രാണനാഥ, അങ്ങീ സമ്പത്ത് രണ്ടുപേർക്കുമായിട്ട് വീതിക്കുകയാണല്ലോ, കുറച്ച് അങ്ങുകൂടി അങ്ങയുടെ പേരിൽ കൂടി ഒരു ഓഹരി വയ്ക്കുന്നത് നല്ലതല്ലേ? ഇല്ലേ? മക്കൾക്കെല്ലാം വീതിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഒരു ഓഹരി നമ്മുടെ പേരിൽ വെച്ചുകൊണ്ട് പറയും, ഇത് എന്റെ കാലശേഷം നിങ്ങൾക്കുള്ളതാണെന്ന് പറയും. അങ്ങനെ വെച്ചാൽ പോരെ എന്ന് മൈത്രി ചോദിക്കുമ്പോ യാജ്ഞവൽക്യൻ പറയുന്ന ഒരു വാക്യമുണ്ട് ഉപനിഷത്തില്. യഥോപകരണവതാം ജീവിതം തഥാ തേ ജീവനമസ്തി. യഥാ ഉപകരണവതാം ജീവിതം തഥാ തേ ജീവനമസ്തി. അമൃതസ്യ തു ന ആശാ അസ്തി ന വിത്തേന തർപ്പണീയഃ മനുഷ്യഃ. യാജ്ഞവൽക്യന്റെ മൈത്രേയിയോടുള്ള വാക്കാണത്. എന്താണ് ഉപകരണവതാം ജീവിതം? പൈസ എന്തിനാ? പൈസയുടെ പ്രയോജനം എന്താ? വാട്ട് ഇറ്റ് ക്യാൻ ഡു, അല്ലെ? പൈസ കൊണ്ട് നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് പൈസ കൊണ്ട് ചെയ്യാൻ കഴിയും. അതിനപ്പുറം ചെയ്യാൻ കഴിയോ? ഇല്ല. അപ്പൊ ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഒരു സ്ക്രൂ മുറുക്കണമെങ്കിലോ അഴിക്കണമെങ്കിലോ ഈ സ്ക്രൂ ഡ്രൈവർ പ്രയോജനമുണ്ട്. സ്ക്രൂ മുറുക്കാനോ അഴിക്കാനോ ഇല്ലെങ്കിലോ സ്ക്രൂ ഡ്രൈവർ ഒരു പ്രയോജനമുണ്ട്, അത് വെറുതെ ഇരിക്കും. അതുപോലെയാണ് ഈ വിത്തം. നമ്മൾ ഉപയോഗിക്കുമ്പോഴോ ആ വിത്തം കൊണ്ട് വാങ്ങാൻ കഴിയുന്നത് എന്താണോ, കൈവരിക്കാൻ കഴിയുന്നത് എന്താണോ, ആ വിത്തം കൊണ്ട് കൈവരിക്കാൻ കഴിയും. അതിനപ്പുറം വിത്തത്തിന്, ധനത്തിന് വല്ല ഉപയോഗമുണ്ടോ? മോക്ഷം തരാൻ അതിന് പറ്റുമോ? സർവ്വദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. എന്നാലും നിങ്ങൾ വിട്ടുപോവണ്ട, കൂടെ നിൽക്ക്, കുറച്ചുണ്ടാ മതി, എന്നാലും ഞങ്ങളുടെ കൂടെ താമസിക്കുക. അപ്പൊ യാജ്ഞവൽക്യൻ പറയാ, ഏതുവരെ? ഏതുവരെ താമസിക്കും? മരണം വരെ. മരണം വരെ താമസിക്കാൻ പറ്റും. അത് കഴിയുമ്പോഴോ മരണം വിളിക്കുമ്പോ പോവണ്ടേ? അപ്പോ ശരിക്കും പറഞ്ഞാൽ അമൃതത്വം എന്ന് പറയുന്നത് ഈ ധനൈശ്വര്യങ്ങൾ ഉപേക്ഷിക്കാതെ ഇവിടെ തന്നെ നിന്നാൽ അമൃതത്വം ഉണ്ടാവില്ല. അപ്പൊ അമൃതത്വം തരാൻ കഴിയാത്ത ഈ ധനൈശ്വര്യങ്ങൾ എന്തിനാ? അപ്പൊ മൈത്രി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഏതു ധനൈശ്വര്യങ്ങൾ കൊണ്ടാണോ അങ്ങയ്ക്ക് ഉപയോഗമില്ലാത്തത്, ആ ധനൈശ്വര്യങ്ങൾ പിന്നെ എന്നെ എന്തിനാ കെട്ടിയേൽപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ബ്രഹ്മവാദിനിയാണല്ലോ. അങ്ങനെ പുത്രേഷണായാശ്ച വിത്തേഷണായാശ്ച ലോകേഷണായാശ്ച വ്യുത്ഥായ ബ്രഹ്മചര്യം ചരന്തി എന്നുള്ളതായ പരിവ്രാജകന്മാരായ ആളുകളുടെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് യാജ്ഞവൽക്യൻ എന്ത് ചെയ്തു? ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചു. മൈത്രിയെയും കാത്യായനെയും വിട്ടുകൊണ്ട് യാജ്ഞവൽക്യൻ എന്ത് ചെയ്തു? ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചു പോയി. ഇത് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാനപ്രസ്ഥം, സന്യാസം എന്നുള്ള രണ്ട് സംസ്കാരങ്ങൾക്ക് കൂടി ഈ ഷോഡശ സംസ്കാര പദ്ധതിയിൽ സ്ഥാനം കൊടുത്തത്. പക്ഷേ കേരളത്തിലെ പരമ്പര, കേരളത്തിലെ ഈ വേദം കൈകാര്യം ചെയ്തിരുന്ന പരമ്പര, അവർ വാനപ്രസ്ഥം എടുക്കുകയോ സന്യസിക്കുകയോ ചെയ്തില്ല. അതിനെ അവര് കാര്യമായിട്ട് ഗണിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് അവരുടെ ധനൈശ്വര്യങ്ങളൊക്കെ കുറെ കഴിയുമ്പോൾ എന്തായി? കെട്ടുപോയി. പലപ്പോഴും അവരുടെ ഭൂമിയും കാര്യങ്ങളൊക്കെ അന്യം നിന്നുപോയി.
അങ്ങനെ വലിയ ദാരിദ്ര്യമെല്ലാം അവിടേക്ക് കടന്നു കയറി. അപ്പൊ അത് വേറെ കാര്യം. ഇപ്പൊ ഒരാളത് പാലിച്ചില്ല എന്ന് കരുതിയിട്ട് ശാസ്ത്രം സത്യമല്ലാതാവില്ലല്ലോ. അപ്പൊ ഉത്കർഷാദപി മോക്ഷസ്യ സർവോത്കർഷ ശ്രുതേഹേ അവിശേഷശ്ചോഭയോഹോ. അങ്ങനെ നമ്മൾ 6 സൂത്രങ്ങൾ കഴിഞ്ഞ് 7-ാമത്തിലേക്ക് കിടക്കുകയാണ്. ഈ മോക്ഷം എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ദുഃഖം എന്ന് പറഞ്ഞല്ലോ. ആ ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിന്റെ പേരല്ലേ മോക്ഷം എന്നുള്ളത്. മനുഷ്യന് ഈ മോക്ഷം സംഭവ്യമാണോ? മനുഷ്യൻ എപ്പോഴും ഒരു താങ്ങ് ആഗ്രഹിക്കുന്ന ആളല്ലേ. അപ്പൊ അങ്ങനെ താങ്ങ് ആഗ്രഹിക്കുന്നതായ ഒരു സ്വഭാവമാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യന് ഈ സർവദുഃഖ നിവൃത്തി എന്ന് പറയുന്നതായ ത്രിവിധങ്ങളായ താപങ്ങളിൽ നിന്നുള്ള പരിപൂർണമായ മോചനം എന്ന് പറയുന്നതായ ലക്ഷ്യം ഈ മനുഷ്യന് കൈവരിക്കാനാവോ? അതിനുള്ള സാമർഥ്യം ഈ മനുഷ്യനുണ്ടോ എന്നൊരു ചോദ്യം സംഖ്യകാരൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അതിന്റെ ഉത്തരം പറയാണ്. ന സ്വഭാവതോ ബദ്ധസ്യ മോക്ഷസാധനോപദേശ വിധി. ന സ്വഭാവതോ ബദ്ധസ്യ മോക്ഷസാധനോപദേശ വിധി. മനുഷ്യന്റെ ഈ ബന്ധനം എന്ന് പറയുന്നത് എന്താ? ഈ ശരീരത്തോടും പുത്രകളത്രാദികളോടുമുള്ള ഈ ഒരു അടുപ്പമുണ്ടല്ലോ, ഈ കെട്ടുപാടുണ്ടല്ലോ, അതല്ലേ ബന്ധനം. സമ്പത്തുകളോടുള്ളതായ അടങ്ങാത്തതായിട്ടുള്ള ആകാംക്ഷയുണ്ടല്ലോ, അതിനോടുള്ള ഇഷ്ടം, ആ ഇഷ്ടം ജനിപ്പിക്കുന്ന വിവിധതരം ആകാംക്ഷകള്, ഇതിൽ നിന്നൊക്കെ മനുഷ്യന് മോചനമുണ്ടോ? ഇതൊക്കെ എല്ലാം മനുഷ്യ സ്വഭാവമല്ലേ എന്നാണ് ചോദ്യം. അപ്പോ ശാസ്ത്രകാരൻ പറയാണ്, ഇതൊന്നും മനുഷ്യ സ്വഭാവമല്ല. മനുഷ്യരിൽ കണ്ടുവരുന്നു എന്നുള്ളത് ശരിയാണ്. അങ്ങനെ കണ്ടുവരാൻ ചില കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് കണ്ടുവരുന്നത്. സ്വഭാവമല്ല. സ്വഭാവമല്ല. പിന്നെന്താ? സ്വഭാവമല്ലെങ്കിൽ അത് നൈമിത്തികമാണ്. എന്താ നൈമിത്തികം? അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണത്തെ പരിഹരിച്ചാൽ ഈ ബന്ധനം ഇല്ലാണ്ടാവും. കാരണത്തെ കണ്ടെത്തിയില്ലെങ്കിലോ പരിഹരിക്കാനാവില്ല. പരിഹരിച്ചില്ലെങ്കിലോ ഈ ബന്ധനത്തെ ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. സൂത്രം എന്താ? സ്വഭാവതോ, സ്വാഭാവികമായ രീതിയിൽ സ്വഭാവത്താൽ ബദ്ധസ്യ, ബദ്ധനായ ഒരുവന്റെ മോക്ഷസാധനോപദേശ വിധി. അയാൾക്ക് മോക്ഷം പ്രാപിക്കാനുള്ള വിധിവിധാനങ്ങൾ ഒരു ശാസ്ത്രകാരനും എഴുതി വയ്ക്കില്ല. എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാളുടെ ബന്ധനം സ്വാഭാവികമല്ല, നൈമിത്തികമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക കാരണങ്ങളെ കൊണ്ടാണ്. സൂത്രം മനസ്സിലായോ? സൂത്രത്തിന്റെ അർത്ഥം ഇത് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ അതിന്റെ അടുത്ത സൂത്രങ്ങൾ കൂടി നമ്മൾ പൂർണ്ണമാക്കണം. അപ്പോഴേ ഈ പറഞ്ഞതിന്റെ മുഴുവൻ ആശയവും നമുക്ക് പൂർണ്ണമായിട്ട് ഹൃദിസ്ഥമാവുള്ളൂ. അപ്പൊ ഇന്ന് സമയം വൈകിയത് കൊണ്ട് ഈ 7-ാമത്തെ സൂത്രത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുവാണ്. സ്വഭാവതോ ബദ്ധസ്യ മോക്ഷസാധനോപദേശ വിധി ന ഭവതി. സൂത്രത്തിൽ എന്നുള്ള ശബ്ദം നിഷേധമാണ്. അത് ആദ്യമാണ് വന്നത്. ന സ്വഭാവതോ ബദ്ധസ്യ മോക്ഷസാധനോപദേശ വിധി. ജീവാത്മാവിന്റെ ബന്ധനം സ്വാഭാവികമാണെങ്കിൽ ഏത് ശാസ്ത്രം എന്ത് വിധിച്ചിട്ടൊരു കാര്യമില്ല, അത് സ്വാഭാവികമായി തുടരുക തന്നെ ചെയ്യും. പക്ഷേ മോക്ഷസാധനങ്ങളെ ശാസ്ത്രങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ജീവാത്മാവ് ഈ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ബന്ധനത്തിലല്ല ഇരിക്കുന്നത്, നൈമിത്തികമായിട്ടുള്ള ബന്ധനത്തിലാണ് ഇരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരാളെ പിടിച്ച്
ഒരാളെ പിടിച്ച് നമ്മൾ കോടതിയിൽ കൊണ്ടുപോകണം. കോടതിയിൽ കൊണ്ടുപോയാൽ ഉടനെ അയാളെ ജയിലിലാക്കോ? ചിലർ പറയല്ലേ, അയ്യോ എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകും, കോടതിയിലേക്ക് കൊണ്ടുപോയാൽ എനിക്ക് ജയിൽ ഉറപ്പാണെന്ന്. അങ്ങനെയില്ല. കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് അയാളെ ജയിലിലേക്ക് അയക്കാനല്ല, കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് വിചാരണ ചെയ്യാനാണ്. കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് വിചാരണ ചെയ്യാനാണ്. കോടതിയുടെ മുമ്പിൽ അയാളെ ഹാജരാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അയാളുടെ കേസ് കോടതിയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ കേസ് കോടതിയുടെ മുമ്പിൽ അയാളെ സമർപ്പിക്കും. കൊണ്ടു ചെല്ലുന്ന സമയത്ത് അയാളുടെ കേസ് പരിശോധിക്കും. എന്നിട്ട് അത് വായിക്കും. വായിച്ചതിന് ശേഷം ചോദിക്കും, എന്ത്, ഈ കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടോന്ന്. അതിനുശേഷമാണ് എന്ത് ചെയ്യുക? ജാമ്യം കൊടുക്കേണ്ടതാണെങ്കിൽ ജാമ്യം കൊടുത്തു വിടും. വലിയ പുള്ളിയാണെങ്കിലോ ജാമ്യം കൊടുക്കാതെ റിമാൻഡിലേക്ക് അയക്കും. റിമാൻഡിലേക്ക് അയച്ചാൽ എന്താ, 14 ദിവസം കഴിയുമ്പോൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ ഇടയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാം. അപ്പോഴെന്ത് ചെയ്യും? ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് രണ്ടു പക്ഷത്തെ വക്കീലന്മാരുടെയും വാദഗതിയെ പരിഗണിച്ചിട്ടാണ്. അല്ലാണ്ട് കോടതിയിലേക്ക് പോയാൽ ഉടനെ തന്നെ ജയിലുണ്ട് എന്നുള്ളതില്ല. കാരണം ജയിലിലേക്ക് അയക്കണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണം. വിട്ടയക്കണമെങ്കിലോ ആ തക്കതായ കാരണം ഉണ്ടായിരിക്കരുത്. അല്ലെ? അപ്പൊ അത് നോക്കിയിട്ടല്ലേ. അല്ലാണ്ട് കോടതിയിലേക്ക് പോയാൽ ജയിലെന്ന് ചില ആൾക്കാരങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് കോടതിയെ പേടിയാണ്. പക്ഷെ കോടതിയുടെ പ്രൊസീഡിങ്സ് അറിയാവുന്ന ആൾക്കാർക്ക് എന്നാ പിന്നെ കോടതിയിൽ കാണാം. അവര് ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ടാ പറയാ, അല്ലെ, ഗർവോട് കൂടിയിട്ടാ പറയാ. എന്റെ സ്വന്തം തറവാട്ടുകാരനവര് തറവാടിനെ കുറിച്ച് പറയണ പോലെ. അപ്പോ ഈ ജീവാത്മാവിന്റെ മോക്ഷത്തെ സംബന്ധിച്ച് ശാസ്ത്രങ്ങളിൽ അതിന് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇന്ന തരത്തിലാണെന്ന് അതിന്റെ വിധിവിധാനങ്ങൾ ശാസ്ത്രം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് സാധ്യമായതാണ്. അസാധ്യമായ കാര്യത്തെ ശാസ്ത്രം വിധിക്കില്ല. അക്കാര്യം ഇനി വരുന്ന സൂത്രങ്ങളിൽ വിശദമാക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഇത്രയും മതി. നമസ്തേ. 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 नमस्ते। नमस्ते जी। നമസ്തേ. നമസ്തേ. എല്ലാവർക്കും നമസ്തേ.